ശക്തമായ മഴയിൽ ഇരട്ടിയാർ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കിത്തുടങ്ങി. പല മേഖലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇരട്ടിയാർ ഡാമിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു. ശക്തമായ മഴയിൽ ഇരട്ടിയാർ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കിത്തുടങ്ങി. ശക്തമായ മഴയിൽ ഇരട്ടിയാർ ഡാം മാലിന്യ കൂമ്പാരമായി മാറിയിരുന്നു. പല മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇരട്ടിയാർ ഡാമിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു. ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് ഡാമിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത്. എന്നാൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ കരുതിയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതെന്നും ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയരുതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി പറഞ്ഞു. അവരുടെ ആരോഗ്യം പോലും നോക്കാതെ അവരിപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ അവരോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളും അവരും ഈ മഴയൊന്നും കൂസാക്കാതെ അവരും വന്ന് നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കാൻ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് ഞങ്ങൾ സഹായിക്കാം, എന്ത് സഹകരണങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതെന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ വന്ന് നമുക്കിത് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റിൻ്റെ കൂടെ കയറ്റി വിടാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ദയവായിട്ട് പറയുകയാണ്, വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, ആരും ഇതുപോലെ മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയാതിരിക്കട്ടെ എന്ന്. ഹരിതകർമ്മസേനയുടെയും മത്സ്യബന്ധനം നടത്തുന്ന വള്ളക്കാരുടെയും സഹായത്തോടെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. നിരവധി ആൾക്കാർ, ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിക്കാനുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടി. ഹരിതകർമ്മസേന ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്നാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ ജനങ്ങളോട് പറയാനുള്ളത്, ഈ പൊതുമാലിന്യങ്ങൾ ഞങ്ങൾ വീടുകൾ കയറി ഇത് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് വലിച്ചെറിയരുത്. ഓരോ വാർഡിലേക്ക് ഹരിതകർമ്മസേനയ്ക്ക് ഇത് കൈമാറാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുപ്പികൾ, ചെരുപ്പ്, യൂറിനറി ബാഗ്, മറ്റ് അവശിഷ്ടങ്ങൾ ഇതെല്ലാമാണ് ഇവിടെ വന്ന് അടിഞ്ഞു കൂട്ടിക്കുന്നത്. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് പോലും ഇത് ബുദ്ധിമുട്ടാണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ഇത് നോക്കാതെ ഞങ്ങൾ ഈ ഡാമിലെ പൊങ്ങിക്കിടക്കുന്ന വേസ്റ്റുകൾ ഞങ്ങൾ നീക്കം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഫിഷറീസ് വകുപ്പ് 3 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇരട്ടിയാർ ജലാശയത്തിൽ നിക്ഷേപിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഡാമിൽ അടിഞ്ഞുകൂടുന്നത് മത്സ്യസമ്പത്തിന് ഭീഷണിയാണെന്നും ഇതിലൂടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുമെന്നും മത്സ്യബന്ധനം നടത്തുന്ന പ്രതീഷ് പറഞ്ഞു. ഈ മാലിന്യങ്ങൾ അമിതമായി തന്നെ ഇവിടെ അടിഞ്ഞുകൂടാവുന്നതാണ്. അത് സാധാരണ രീതിയിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ തന്നെയാണ് നീക്കം ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ അടിഞ്ഞുകൂടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ ചാക്കി കെട്ടി വീട്ടു വേസ്റ്റുകൾ, കടയുടെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ കുപ്പി, പാട്ട എന്ന് വേണ്ട സകല സാധനങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇതിന്റെ പരിസരത്ത് തന്നെയാണ്. അതൊരു മഴക്കാലമായി കഴിയുമ്പോഴത്തേക്ക് ഈ കരയിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഞങ്ങൾ കിട്ടുന്ന വലകളിൽ അതുപോലെ ഫിഷറീസ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷം നിക്ഷേപിക്കുന്ന ഒരു ഡാമാണിത്. ആ കുഞ്ഞുങ്ങൾക്ക് ജീവന ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നിട്ട് ചത്തുപോകും. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.